ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. വനിതാ ദിനത്തോടനുബന്ധിച്ച് നടന്ന കോലമിടൽ ശ്രദ്ധേയമായി. എറണാകുളം ജില്ലാ കേരള ബ്രാഹ്മണ സഭയുടെ യുവജന വിഭാഗമാണ് കാലടി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിൽ കോലമിടൽ മത്സരം സംഘടിപ്പിച്ചത്. 25 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 2 വിഭാഗങ്ങളിലായിരുന്നു മത്സരം. 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയും 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുമായിരുന്നു വിഭാഗങ്ങൾ. പരമ്പരാഗത രീതിയിലുള്ള കോലങ്ങളാണ് വരച്ചത്. അരിപ്പടി ഉപയോഗിച്ചായിരുന്നു വരച്ചത്. 1 മണിക്കൂറായിരുന്നു സമയം. ഐശ്വര്യത്തിന് വേണ്ടിയാണ് വീടുകളുടെ മുൻപിൽ കോലങ്ങൾ വരക്കുന്നത്. കോലമിടൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തമിഴ് ബ്രാഹ്മണരുടെ ഒരു പ്രത്യേക ഒരു കലയാണ്. അപ്പോൾ ഞങ്ങളിത് കോലമിടൽ എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് മുറ്റത്തിൽ ചാണകവെള്ളമൊക്കെ തെളിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ പൊടിക്കോലം അരിമാവ് പൊടിച്ചിട്ടാണ് ഈ കോലം ഇടുന്നത്. പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ശുഭകാര്യം എന്ത് തുടങ്ങുമ്പോഴും രാവിലെ ഫസ്റ്റ് കോലം ഇട്ടിട്ടേ ഞങ്ങൾ കാര്യങ്ങളൊക്കെ തുടങ്ങുള്ളൂ. അതിന് തമിഴ് ബ്രാഹ്മണ സ്ത്രീകൾ രാവിലെ എണീറ്റ് കുളിച്ച് വൃത്തിയായിട്ട് മുറ്റത്തിൽ കോലം ഇട്ട് കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഈ കോലം കണ്ടു കഴിഞ്ഞാൽ വളവ് തെരുവുകളൊക്കെ ഉള്ളത് കൊണ്ട് പറയും ലേഡീസ് ജീവിതത്തിൽ കുറേ ഇങ്ങനെ പ്രതിസന്ധിയൊക്കെ അവർ നേരിടുമ്പോൾ അതിനൊരു പേഷ്യൻ്റായിട്ട് അവർ ഈ കാര്യങ്ങളൊക്കെ. രാവിലെയുള്ള വ്യായാമത്തിന് തുല്യവുമാണ് കോലമിടൽ. പരമ്പരാഗതമായ കോലമിടലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മത്സരം സംഘടിപ്പിച്ചത്. വാശിയേറിയ മത്സരത്തിൽ 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള വിഭാഗത്തിൽ ശ്രുതി എസും 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള വിഭാഗത്തിൽ ശ്വേത ഭഗവതിയും 1ാം സ്ഥാനം കരസ്ഥമാക്കി. ആദ്യമായാണ് ഇത്തരത്തിൽ കോലമിടൽ മത്സരം സംഘടിപ്പിക്കുന്നത്. ബ്രാഹ്മണസഭ യുവജന വിഭാഗം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എറണാകുളം ജില്ലയിലെ എല്ലാ യുവജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട്, യുവജനങ്ങളായിട്ടുള്ള സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളൊരു കോലം വരയ്ക്കൽ കോമ്പറ്റീഷൻ ഇവിടെ നടത്തുകയാണ്. ഞങ്ങളുടെ ഒരു പരമ്പരാഗത കലയും കൂടിയായിട്ടുള്ള ഈ കോലം ഇടൽ എല്ലാ ഗൃഹങ്ങളിലും വീട്ടിൽ രാവിലെ എല്ലാ വീടുകളിലും ഇടുന്ന ഈ സമ്പ്രദായം തുടർന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ പേര് അൽപ്പന.